പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്ന അപ്ഡേറ്റുകളിൽ ഒന്നാമത്തേത്, ഇന്ന് കഴിഞ്ഞ റോ എപ്പിസോഡിൻ്റെ ഇടയിൽ ഒരു മത്സരത്തിനിടയിൽ സംഭവിച്ച ചെറിയ ഒരു ആക്സിഡൻറ്റിനെ സംബന്ധിച്ചും, രണ്ടാമത്തേത് ദി റോക്കിൻ്റെ ചലഞ്ചിന് റോമൻ റീൻസ് കൊടുത്ത മറുപടിയെ സംബന്ധിച്ചും, അവസാനമായി നോക്കുന്നത് ദി റോക്ക് ഇനി അടുത്തതായി അപ്പിയർ ചെയ്യാൻ സാധ്യതയുള്ള ഇവൻറ്റിനെ സംബന്ധിച്ചുമാണ്. അപ്പോൾ നമുക്ക് അധികം ദീർഘിപ്പിക്കാതെ നേരെ വീഡിയോയിലോട്ട് തുടക്കാം. ഒന്നാമതായി ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്നത് ഇന്ന് നടന്ന റോ എപ്പിസോഡിലെ ഒരു ടാഗ് ടീം മത്സരത്തിന് ഇടയിൽ സംഭവിച്ച ആക്സിഡൻറ്റിനെ സംബന്ധിച്ചാണ്. ഇമ്പീരിയം ടീമിലെ കൈസറും ജിയവാനി വിഞ്ചിയും ടാഗ് ടീമായി മെയിൻ ഇവൻറ്റ് ജെ ഊസോ, കോഫി കിങ്സ്റ്റൺ തുടങ്ങിയവർക്കെതിരെയാണ് മത്സരിച്ചത്. മത്സരത്തിൻ്റെ മധ്യഭാഗത്ത് വെച്ചിട്ട് ജിയവാനി വിഞ്ചിക്ക് പെട്ടെന്നൊരു ഇഞ്ചുറി പറ്റുന്നുണ്ട്. ഇഞ്ചുറി പറ്റുന്നത് കോഫി കിങ്സ്റ്റൺ ഒരു മൂവ് കൗണ്ടർ ചെയ്ത് ഒരു ഡ്രോപ്പ് കിക്ക് ചെയ്യുന്ന സമയത്താണ്. ആ ഒരു ഡ്രോപ്പ് കിക്ക് കൃത്യമായി വിഞ്ചിയുടെ മുഖത്തടിക്കുകയും വിഞ്ചി തലയടിച്ചുകൊണ്ട് നിലത്തേക്ക് വീഴുന്നതുമാണ് നമുക്ക് കാണാൻ സാധിച്ചത്. വിഞ്ചി ഒരു ടോപ്പ് റോപ്പിൽ നിന്ന് അങ്ങോട്ടേക്ക് ചാടി ഒരു ക്ലോസ് ലൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ശ്രമിക്കുന്നത്. അവിടെയാണ് ഡ്രോപ്പ് കിക്ക് ചെയ്തുകൊണ്ട് കോഫി അതിന് മൂവ് ചെയ്യുന്നത്. ആ ഒരു സമയത്ത് തന്നെ റഫറിക്ക് ഈ ഒരു ഇഞ്ചുറി കുറച്ച് സീരിയസ് ആണെന്ന് മനസ്സിലാകുന്നുണ്ട്. പെട്ടെന്ന് ഡോക്ടർ വന്നിട്ട് വിഞ്ചിയെ ചെക്ക് ചെയ്യുന്നുണ്ട്. ഇനി മാച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കില്ല എന്ന് മനസ്സിലായത് കൊണ്ട് തന്നെ റഫറി സ്റ്റോപ്പേജിലൂടെ ജെ ഊസോയും കോഫി കിങ്സ്റ്റണും വിജയിയായി പ്രഖ്യാപിക്കുന്നതുമാണ് നമുക്ക് കാണാൻ സാധിച്ചത്. റോ എപ്പിസോഡ് കഴിഞ്ഞതിന് ശേഷം വിഞ്ചി ഒരു ട്വീറ്റ് പങ്കുവച്ചിട്ടുണ്ട്. തനിക്ക് യാതൊരുവിധ കുഴപ്പവും ഇല്ല എന്നുള്ളതാണ് അദ്ദേഹം ട്വീറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിലവിൽ വിഞ്ചിക്ക് നേരിടേണ്ടി വന്നത് ഒരു കൺകഷനാണ്. അത് ഡോക്ടറും റഫറിയും കൃത്യമായി ഇടപെട്ടത് കൊണ്ട് തന്നെ കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് എത്തിച്ചിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് പങ്കുവെക്കാനുള്ളത്. രണ്ടാമത്തെ അപ്ഡേറ്റ് ദി റോക്കിൻ്റെ അടുത്ത അപ്പിയറൻസിനെ സംബന്ധിച്ചാണ്. ഇന്ന് കഴിഞ്ഞ റോ എപ്പിസോഡിലൂടെ ദി റോക്കിൻ്റെ സർപ്രൈസ് റിട്ടേൺ നമുക്ക് കാണാൻ സാധിച്ചു. സർപ്രൈസ് റിട്ടേൺ എന്നുള്ളതിൽ ഉപരി റോമൻ റീൻസിനെ ചലഞ്ച് ചെയ്യുന്ന റോക്കിൻ്റെ കുറച്ച് വാചകങ്ങളും അദ്ദേഹത്തിൻ്റെ സെഗ്മെൻറ്റിൻ്റെ അവസാന ഭാഗങ്ങളിൽ നമുക്ക് കാണാൻ സാധിച്ചു. എല്ലാവരും ആകാംക്ഷയോട് കൂടി കാത്തിരിക്കുന്നത് ദി റോക്കിൻ്റെ അടുത്ത അപ്പിയറൻസ് എന്നായിരിക്കും എന്നുള്ളതിനെ സംബന്ധിച്ചാണ്. അതിനെ സംബന്ധിച്ച് നമുക്ക് ഇപ്പോൾ പങ്കുവെക്കാൻ സാധിക്കുന്ന ചെറിയൊരു അപ്ഡേറ്റ്, എലിമിനേഷൻ ചേംബർ 2024 റോക്ക് അപ്പിയർ ചെയ്യാൻ സാധ്യത ഉണ്ട് എന്നുള്ളതാണ്. എലിമിനേഷൻ ചേംബർ 2024 ദി റോക്കിൻ്റെ ഒരു അപ്ഡേറ്റ് മുൻപുള്ള ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞതാണ്. അത് ഒരിക്കൽ കൂടി പറയാം. എലിമിനേഷൻ ചേംബർ നടക്കുന്നത് ഓസ്ട്രേലിയയിൽ വെച്ചിട്ടാണ്. ഓസ്ട്രേലിയയിലെ ടൂറിസം വകുപ്പ് കൈകാര്യം ചെയ്യുന്ന ഉന്നത ഒഫീഷ്യൽസ് റോക്കിനെ എലിമിനേഷൻ ചേംബറിൽ ഒരു ഗസ്റ്റായി അല്ലെങ്കിൽ ഒരു മെഗാ താരമായി കൊണ്ടുവരണം എന്നുള്ളൊരു ആഗ്രഹം പ്രകടിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ദി റോക്ക് എലിമിനേഷൻ ചേംബറിൽ വരാനുള്ള സാധ്യതകൾ വളരെ കൂടുതലായിരുന്നു. ഇപ്പോൾ ഇതാ 2024 ആദ്യ റോ എപ്പിസോഡിൽ റോക്ക് അപ്പിയർ ചെയ്തപ്പോൾ റോക്ക് എലിമിനേഷൻ ചേംബറിൽ വരാനുള്ള സാധ്യതകൾ വീണ്ടും വർദ്ധിച്ചു എന്ന് തന്നെ പറയേണ്ടി വരും. അപ്പോൾ അതിനിടയിലുള്ള റോയൽ റംബിൾ പോലെയുള്ള ഒരു സ്പെഷ്യൽ ഇവൻറ്റിൽ റോക്ക് വരാനുള്ള സാധ്യതയില്ല. സ്മാക്ഡൗൺ അതുപോലെ തന്നെ റോ തുടങ്ങിയ വീക്ക്ലി എപ്പിസോഡിലും റോക്ക് ഇനി തിരിച്ചു വരാൻ സാധ്യതയില്ല. അപ്പോൾ എലിമിനേഷൻ ചേംബറിൽ റോക്ക് വരാനും റോക്ക് ചിലപ്പോൾ റോമൻ റീൻസിന് ഒരിക്കൽ കൂടി ചലഞ്ച് ചെയ്യാനും ആ ഒരു ചലഞ്ച് റസൽമീനിയയിലെ ഒരു മത്സരത്തിന് വേണ്ടി ആകാനും സാധ്യതയുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു അപ്ഡേറ്റ് ആണ് റോക്കിൻ്റെ അടുത്ത അപ്പിയറൻസിനെ സംബന്ധിച്ച് പങ്കുവെക്കാനുള്ളത്. റോക്ക് ഇന്ന് റോ എപ്പിസോഡിലേക്ക് തിരികെ വന്നതിൻ്റെ മെയിൻ കാരണം എന്ന് പറയുന്നത് ദി റോക്ക് വേഴ്സസ് റോമൻ റീൻസ് തമ്മിലുള്ള ആ ഒരു സ്റ്റോറി തുടക്കം കുറിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ്. ദി റോക്ക് വേഴ്സസ് റോമൻ തമ്മിലുള്ള സ്റ്റോറി തുടക്കം കുറിക്കുമ്പോൾ അവിടെ കോഡി റോഡ്സ് വേഴ്സസ് റോമൻ റീൻസ് തമ്മിലുള്ള സ്റ്റോറിക്ക് എന്ത് സംഭവിക്കുമെന്നുള്ളത് പലർക്കും സംശയമുണ്ട്. കോഡി റോഡ്സ് വേഴ്സസ് റോമൻ റീൻസ് തമ്മിൽ ഉള്ള ഒരു സ്റ്റോറിക്ക് തന്നെയാണ് നിലവിൽ റസൽമേനിയയിൽ സാധ്യത കൂടുതൽ. അപ്പോൾ അതിനർത്ഥം ഇനി വരാൻ പോകുന്ന അടുത്ത വർഷത്തിലെ 2025 റസൽമേനിയയിൽ ചിലപ്പോൾ റോമൻ റീൻസ് വേഴ്സസ് റോക്ക് തമ്മിലുള്ള ഒരു മത്സരം നടന്നേക്കാം. അതുവരെ അവർക്ക് വേണമെങ്കിൽ ഈ ഒരു സ്റ്റോറി ബിൽഡ് ചെയ്ത് കൊണ്ടുപോകാനും സാധിക്കും. എന്തായാലും റോക്ക് വേഴ്സസ് റോമൻ റീൻസ് തമ്മിലുള്ള ഒരു മത്സരത്തിന് ഒരു ചാമ്പ്യൻഷിപ്പിൻ്റെ ആവശ്യം ഇല്ല എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം. കാരണം റോക്ക് വേഴ്സസ് റോമൻ റീൻസ് തമ്മിലുള്ള ആ ഒരു മത്സരം നടക്കുമ്പോൾ ആരാണ് അവരുടെ കുടുംബത്തിലെ ഏറ്റവും വലിയ നായകൻ, അവരെ മുന്നിൽ നിന്ന് നയിക്കാൻ പ്രാപ്തനായിട്ടുള്ള റെസ്ലർ ആര് എന്നുള്ള ഒരു ചോദ്യമാണ് അവർ മുന്നോട്ട് വെക്കുക. അവിടെ ഒരു ചാമ്പ്യൻഷിപ്പിൻ്റെ ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ റോക്കിൻ്റെ അടുത്ത അപ്പിയറൻസിനെ സംബന്ധിച്ചും റോക്ക് വരുമ്പോൾ കോഡി റോഡ്സിൻ്റെ അവസരം ഇല്ലാതാകുമോ എന്നുള്ളതിനെ സംബന്ധിച്ചും പങ്കുവെക്കാനുള്ളത് ഇത്തരം കുറച്ച് ന്യൂസുകളാണ്. അവസാനമായി ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്നത് റോക്കിൻ്റെ ചലഞ്ചിനോട് റോമൻ റീൻസ് പ്രതികരിച്ചതിനെ സംബന്ധിച്ചാണ്. റോക്ക് വന്ന് റോമൻ റീൻസിൻ്റെ ഹെഡ് ഓഫ് ദി ടേബിൾ എന്ന് പറഞ്ഞുകൊണ്ട് മെൻഷൻ ചെയ്യുന്ന ഒരു കാര്യത്തിനോട് റോമൻ റീൻസ് ഇപ്പോൾ ചിരിച്ചുകൊണ്ടുള്ള ഒരു ഇമോജി
ഇമോജി ഇട്ടുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ മറുപടി കൊടുക്കുന്നത്. ആ ഒരു ഇമോജി കൊണ്ട് റോമൻ റീൻസ് ഉദ്ദേശിക്കുന്നത് റോക്കിൻ്റെ ചലഞ്ച് തനിക്ക് ഒന്നുമല്ല എന്നുള്ളതാണ്. അതായത് റോമൻ റീൻസ് റോക്കിനെ വലിയ കാര്യമായിട്ടൊന്നും എടുക്കുന്നില്ല. റോമൻ റീൻസ് റോക്കിൻ്റെ ചലഞ്ച് കേട്ടിട്ടുണ്ട്. അപ്പോൾ റോക്കിന് കുറച്ച് പ്രാധാന്യം റോമൻ റീൻസ് കൊടുത്തിട്ടുണ്ട്. പക്ഷേ റോക്കിൻ്റെ ചലഞ്ച് തന്നെ തോൽപ്പിക്കാൻ പോകുന്ന ഒന്നല്ല എന്നാണ് റോമൻ റീൻസിൻ്റെ ആ ഒരു ഇമോജിയിൽ നിന്ന്, ആ ഒരു റിയാക്ഷനിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ റോക്കിൻ്റെ ചലഞ്ച് ഒറ്റയടിക്ക് റോമൻ റീൻസ് തള്ളിക്കളയുന്നില്ല, അതിന് പ്രതികരിക്കുന്നുണ്ട്. അപ്പോൾ റോമൻ വേഴ്സസ് റോക്ക് തമ്മിലുള്ള ആ ഒരു സ്റ്റോറിക്ക് WWE തുടക്കം കുറിച്ചിട്ടുണ്ട് എന്നുള്ളത് തന്നെ നമുക്ക് പറയേണ്ടി വരും. ഒരു TV-യിൽ ലൈവായി റോക്ക് വന്നിട്ട് റോമനെ ചലഞ്ച് ചെയ്യുന്നു. അതിന് സോഷ്യൽ മീഡിയയിലൂടെ റോമൻ റീൻസ് മറുപടി കൊടുക്കുന്നു. അപ്പോൾ കൃത്യമായിട്ടുള്ള ഒരു ബിൽഡപ്പ് തന്നെയാണ് ഇരു കസിൻസും തമ്മിൽ ഏറ്റുമുട്ടാൻ പോകുന്ന ഈ ഒരു മെഗാ ഡ്രീം മാച്ചിന് WWE ഇപ്പോൾ ബിൽഡ് ചെയ്ത് കൊണ്ടുവന്നിരിക്കുന്നത്. എന്തായാലും കൂടുതൽ അപ്ഡേറ്റ്സ് വരുന്ന ദിവസങ്ങളിൽ നമുക്ക് കിട്ടുമെന്ന് തന്നെ കരുതാം. ഇനി വരുന്ന സ്മാക്ഡൗണിൽ റോമൻ റീൻസ് അപ്പിയർ ചെയ്തുകൊണ്ട് റോക്കിനുള്ള ഒരു മറുപടി കൊടുക്കുമോ എന്നൊന്നും അറിയില്ല. റോമൻ റീൻസിൻ്റെ നെക്സ്റ്റ് ടാർഗറ്റ് എന്ന് പറയുന്നത് റോയൽ റംബിളിലെ എതിരാളി ആരായിരിക്കും എന്നുള്ളതാണ്. അത് ഈ വരുന്ന സ്മാക്ഡൗൺ എപ്പിസോഡിലൂടെ റാൻഡി ഓർട്ടൺ, AJ സ്റ്റൈൽസ്, LA Knight തുടങ്ങിയവർ ഏറ്റുമുട്ടുന്ന ട്രിപ്പിൾ ത്രെറ്റ് മത്സരത്തിലൂടെ അറിയാൻ സാധിക്കും. അത് കഴിഞ്ഞിട്ട് കോഡി റോഡ്സ് ആണോ റോക്ക് ആണോ റെസ്ൽമേനിയയിൽ റോമൻ റീൻസിനെ നേരിടാൻ പോകുന്നത് എന്നുള്ളതും വ്യക്തമായി നമുക്ക് മനസ്സിലാക്കാനും സാധിക്കും. വീഡിയോ സംബന്ധിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ.